നമുക്ക് നിങ്ങളുടെ സീരിയൽ വിശേഷങ്ങളാണ് അറിയാനുള്ളത്. റെബേക്കയുടെ വോയിസ് ഭയങ്കര ഇങ്ങനെ കുഞ്ഞു കുട്ടികളുടെ പോലെ അങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള വോയിസ് ആണ്. പക്ഷെ അതിൽ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിരിച്ചിട്ടുണ്ടോ? അഭിനയിക്കുമ്പോൾ ഭയങ്കര പെർഫോമറാ. ആണോ? ഞാൻ ഇരുത്തി പറയില്ല, പക്ഷെ പെർഫോം ചെയ്യും. ഈ കുട്ടികളിയൊന്നുമില്ല. ഈ കുട്ടികളിയൊന്നുമില്ല, വളരെ സീരിയസ് ആണ്. നിങ്ങൾ ഓൺ സ്ക്രീൻ കെമിസ്ട്രിയും ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയല്ലോ. ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ട് ഭയങ്കര ക്യൂട്ട് പെയറാണ് നിങ്ങൾ, മറ്റതാണ് മറിച്ചതാണ്, നിങ്ങൾക്ക് കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ ചില കമന്റ്സിൽ ഞാൻ കണ്ടു. പക്ഷെ ഓൾറെഡി കല്യാണം കഴിച്ചാണ്, കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്, അത് അവർക്ക് അറിയില്ലല്ലോ. ഇത്ര നാൾ അഭിനയിച്ചിട്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞാലാണ് ഇത്ര പേര് തെറ്റെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. ഗ്ലിസറിനില്ലാണ്ട് കറിയണം. പെർഫോമൻസിന്റെ നടുവിലാണല്ലോ ഈ റെബേക്കയില് അടുത്ത ജന്മത്തില് റെബേക്കയില് ഒരു മാറ്റങ്ങൾ വരുത്തേണ്ട 3 സ്വഭാവം ഏതൊക്കെയാണ്? നമ്മുടെ ലൊക്കേഷനില് റെബേക്ക ഒരാണായിട്ട് ജനിക്കേണ്ട ആളായിരുന്നു എപ്പോഴും എല്ലാരും പറയും. അടുത്ത ജന്മത്തില് റൗഡി ബേബി ഏതോ ഒരു കത്തിക്കുത്ത് കേസില് ജയിലിൽ പോയി കാണുന്നു. ജയിലിൽ പോയിട്ട് റൗഡി ബെക്ക. ശ്രീരാമില് മാറ്റേണ്ടത് എന്താണ്? ശ്രീരാമേട്ടിൽ എന്താ മാറ്റേണ്ടത്? ഒന്നുമില്ല. റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കാൻ ഭയങ്കര മടിയാ. റിസ്ക് എടുക്കാൻ മടിയുണ്ടോ? മടിയില്ല. അടുത്ത ടാസ്ക് പറട്ടെ. റിസ്ക് എടുക്കാൻ മടിയില്ലാത്തത് കൊണ്ട് ശ്രീരാമന് വേണ്ടിട്ട് ഞാൻ ഒരു അടിപൊളി ഗെയിം ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. ആ ഗെയിം കളിച്ച് റിസ്ക് ഏറ്റെടുത്ത് ജയിക്കണം. വിജയശ്രീ ലാളിതനായി തിരിച്ചു വരണം. ഓക്കെ? കണ്ടോ എന്റെ കയ്യിൽ കുറെ മുത്തുകൾ ഇരിക്കുന്നുണ്ടോ? വളരെ ഭംഗിയുള്ള നല്ല മണിമുത്തുകൾ. ഈ മുത്തുകൾ ഞാൻ കണ്ടോ സാമ്പിൾ ആയിട്ട് ഗ്ലാസുകളിൽ കുറച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം വേറെ വേറെ കളറായിരുന്നല്ലേ? വേറെ വേറെ ഗ്ലാസ് കിടക്കുന്നുണ്ടപ്പോഴാണ് മനസ്സിലായത്. ഈ മുത്തുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് പലതരം കളറാണെന്ന്? നിങ്ങളിത് കാണുക. കളർ അതുണ്ടോ? ഇതുവരെയുള്ള വിശ്വാസം. കളർ ബ്ലൈൻഡ്നെസ്. അതില്ലാത്ത ഒരു കുട്ടിയാണ്. അപ്പൊ നമുക്ക് റെബേക്ക തന്നെ ആദ്യം കളിക്കണം. അതായത് പലതരം കളറുകൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഗ്ലാസ്സിൽ മഞ്ഞ, ഈ ഗ്ലാസ്സിൽ പിങ്ക്, വൈറ്റ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഇത് അറേഞ്ച് ചെയ്യണം. മാക്സിമം 1 മിനിറ്റ് സമയത്തിൽ എത്ര മുത്തുകൾ വാരി വിതറാൻ പറ്റുമോ അത്രയും അറേഞ്ച് ചെയ്യണം. തുടങ്ങല്ലേ? സോ മ്യൂസിക്. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. മഞ്ഞ തെറ്റിച്ചു. ഫൈനൽ വിധി വരുന്നവരെ ഞാൻ സമ്മതിക്കില്ല. അത് പച്ചയാ. ഇല്ല, അത് പച്ചയാണോ? വേറെ പച്ചയാണ്. ഇതിനകത്ത് പലതരം പച്ചയില്ല. എല്ലാത്തിനും ഒരു പച്ചയല്ലേ ഉള്ളൂ. സമയം കളയരുത് നിങ്ങൾ. എനിക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതിന്റെ അകത്ത് വേറെ ടൈപ്പ് ഓഫ് കളേഴ്സ് ഒക്കെ കിടപ്പുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പിന്നെ അല്ലാണ്ട് ഓരോന്ന് ഇടാവുള്ളൂ. അതൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചി. ഇതൊക്കെ 4-5 ഒരുമിച്ചിട്ടാണ് ഇട്ടത്. ഏത് ഗതികെട്ടവനെ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. അതിവികൃതമായി ഞാൻ പറഞ്ഞേക്കണോ, ഞാൻ തോറ്റു. ഇതെന്ത് കളിയാ? ഞാൻ കാണിച്ചത് അതെങ്ങനെയാണ്. 1 മിനിറ്റ് ആയിട്ടില്ല. Come on, you can do it. ഓരോന്നോരോന്നിട്. 1 2 സമയം കഴിഞ്ഞു. ഇതിൽ എനിക്ക് കുറെ സംശയമുണ്ട്. കുട്ടിയുടെ സംശയം പറയൂ. 1, ഇതിൽ പല കളറുകളുണ്ട്. ഈ 5 കളർ മാത്രമല്ല. അല്ല, ഞാൻ കരുതി 5 കളർ മാത്രമേ. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞോ? ഇതിന്റെ കളർ മാച്ച് ചെയ്ത് ഇടണം. ഞാൻ കളി പിൻവലിച്ചു. അത് സത്യം. അങ്ങനെ പറ്റൂല. എന്തൊരു അലമ്പാണ് ഈ കുട്ടി. ഇനി ഞാൻ എങ്ങനെ ഒരു വിജയം പ്രഖ്യാപിക്കും? അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ തോറ്റു തന്നിരിക്കുന്നു. ഏകദേശം മനസ്സിലായല്ലോ. പക്ഷെ എന്നാലും നമുക്ക് ശ്രീരാമന്റെ എന്താണെന്ന് കാണണം. ഞങ്ങൾക്ക് വേണ്ടി തോറ്റെന്ന് വെറുതെ ഇഷ്ടംപോലെ ടാസ്ക് ചെയ്യണമെന്ന്. മ്യൂസിക്. ഭയങ്കരം തന്നെ. മഞ്ഞയാണ്. അത് മസ്റ്റർഡ് യെല്ലോ ആണ്. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. പിങ്ക്, വെള്ള ഇങ്ങനെ ഇടണം. ഇങ്ങനെയാണ് ഇടുന്നത്. ഓരോന്നായി. അതന്നെ, വെരി ഗുഡ്. ഈ കുട്ടി ഫൗൾ കളിക്കുന്നുണ്ട് കേട്ടോ. ഇതില് നീല. ജഡ്ജസ് പ്ലീസ് നോട്ട്. ഈ കുട്ടി തെറ്റിക്കുന്നുണ്ട്. ഇതില് നീല. എന്നെ സമ്മതിക്കുന്നില്ല പ്രോത്സാഹിപ്പിക്കാൻ. ഫൈനൽ ജയിച്ചേ. പ്രോത്സാഹിപ്പിക്കാൻ. കളർ മാറി. ആംബുലൻസ് വിളിക്കട്ടെ. 108 വിളിക്കുവാ. 108 അണ്ടകടാകുമ്പോൾ വീടും കെട്ടിയിട്ട്
അതിനകത്ത് മാട് പോലെ ഓടിയാണെന്ന് പണിയെടുക്കാൻ എനിക്ക് വയ്യ. നിങ്ങൾ കണ്ടത് ഫൗളാണ്. ചേട്ടൻ തോറ്റു. അതിലാകെ ഒരെണ്ണേ ഉള്ളൂ സമാധാനിക്കും. ഇതിന്റെ മൊത്തം അങ്ങനെയായിരുന്നു. ഇല്ല 4 പച്ച ഞാൻ 4 പറയാം, നീല. ഞാൻ പറയാം ഈ ഇത്രയും ക്ലാസ്സിൽ ശ്രീറാം നന്നായിട്ട് വെച്ചു. അത്രയല്ലേ ഉള്ളൂ ബാക്കി. പക്ഷെ ബാക്കി ഈ 5 ഞാൻ കറക്റ്റ് ആയിട്ട് ഈ 2 ക്ലാസ് നീ ഫൗള് കാണിച്ചു. 2-3 ക്ലാസ്സിൽ മൂന്ന് ഫൗൾ class foul ആര് foul കാണിച്ചു. എനിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ഞാനെന്താ ചുപ്പ്? നമുക്ക് ശ്രീറാമിന് ഒരു സമ്മാനമുണ്ട്. തരും. അത് വെച്ചിങ്ങനെ ആ ഒരു പോസ് കൊടുക്കും. ശരിയായില്ല.